ഒരു സ്പെഷ്യൽ സേമിയ റെസിപ്പി. വീട്ടിലുള്ള സേമിയ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തീർക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. എന്നാ പിന്നെ മധുരമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കാം. പായസാക്കിയാലോ? അയ്യോ വേണ്ട. എന്നാ പിന്നെ കേസരി ആക്കാം. റവ കൊണ്ടാണ് കേസരി സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ സേമിയ കൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. കുറച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി മാറ്റി വെക്കാം. 1 കപ്പ് സേമിയ നെയ്യിൽ വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവണേ. ആ സെയിം പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. വെട്ടിത്തിളയ്ക്കണ വെള്ളത്തിലേക്ക് വറുത്ത സേമിയ ചേർത്ത് വെള്ളം വറ്റി സേമിയ വെന്ത് വരുമ്പോൾ ഉരുക്കിയ ശർക്കര ഒഴിച്ച് വീണ്ടും വേവിക്കാം. ഒന്നുകൂടെ വെള്ളം വറ്റി തുടങ്ങുമ്പോൾ പൊടിച്ച ഏലക്ക, കുറച്ച് നെയ്യ്, ഇത് രണ്ടും ചേർത്ത് ഇളക്കാം. അങ്ങനെ ഇളക്കി വരുമ്പോൾ സേമിയ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമെത്തും. ഈ പാകത്തില് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇതുപോലെ പ്ലേറ്റിലേക്ക് തട്ടി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യണം. അയ്യോ, കാഷ്യും കിസ്മിസും ചേർത്തില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതും കൂടെ ചേർക്കണേ. ഇനി ഒന്നും നോക്കണ്ട, അങ്ങോട്ട് കഴിക്കുക. അടിപൊളിയാട്ടോ.